സെലൻസ്കി ആദ്യം എതിർത്തിരുന്ന ധാതു കരാറിന് ഒടുവിൽ ധാരണയായിരിക്കുകയാണ്. സഹായത്തെ കടമായി പുനർവർഗീകരിക്കുന്ന ഒരു കരാറിനോടും താൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സെലൻസ്കി കരാറിന് ആദ്യം വിസമ്മതിച്ചിരുന്നു. ഏതായാലും നീണ്ട ചർച്ചകൾക്കൊടുവിൽ യുക്രൈനും യുഎസും ഒടുവിൽ ധാതു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അതോ പ്രഷർ താങ്ങാൻ പറ്റാതെയോ എന്തായാലും സെലൻസ്കി ട്രംപ് മുന്നോട്ട് വെച്ച ആവശ്യത്തിന് വഴങ്ങിയിരിക്കുകയാണ്. റഷ്യൻ അധിനിവേശത്തിനിടെ യുഎസ് യുക്രൈന് നൽകിയ സാമ്പത്തിക സൈനിക സഹായത്തിനുള്ള പ്രതിഫലമായാണ് യുക്രൈനിലെ അപൂർവ ധാതു ശേഖരത്തിന്റെ പങ്ക് യുഎസ് ആവശ്യപ്പെട്ടത്. ഈ കരാർ സെലൻസ്കി ആദ്യം എതിർക്കുകയായിരുന്നു. കരാർ അംഗീകരിച്ചതോടെ കീവിന് $175 ബില്യൺ സഹായത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇന്നലെ അമേരിക്കയും യുക്രൈനും തമ്മിൽ ദീർഘനാളായി വൈകിയ ധാതു കരാറിൽ ഒപ്പുവെച്ചു. എന്തായാലും യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റും യുക്രൈൻ ഉപപ്രധാനമന്ത്രിയുമാണ് കരാറിൽ ഒപ്പിട്ടത്. യുഎസ് സൈനിക സഹായം അവസാനിപ്പിച്ചതിനെ തുടർന്ന് കീവിനുള്ള പുതിയൊരു പിന്തുണയായി ട്രംപ് ഭരണകൂടം ഇതിനെ വിശേഷിപ്പിച്ചു. യുക്രൈനിൽ ഒരു നിക്ഷേപക ഫണ്ട് സ്ഥാപിക്കുന്നതിന് പകരമായി കീവിന്റെ അപൂർവ ഭൂമിധാതുക്കളിലേക്ക് വാഷിംഗ്ടണിന് പ്രവേശനം നൽകാൻ ഈ കരാർ സഹായിക്കും. കീവിനെ സംബന്ധിച്ചിടത്തോളം യുഎസ് സൈനിക സഹായം ലഭിക്കുന്നതിന് ഈ ഒരു കരാർ അത്യാവശ്യമായിരുന്നു. യുക്രൈനിൽ നിലനിൽക്കുന്ന സമാധാനത്തിനും സമൃദ്ധിക്കും ഇരുപക്ഷവും പ്രതിജ്ഞാബദ്ധരാണെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. പുതിയ ഫണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ആഗോള നിക്ഷേപം ആകർഷിക്കുമെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ യുക്രൈനിന്റെ ഉപപ്രധാനമന്ത്രി യൂലിയ സ്വരഡെങ്കോ പറഞ്ഞിരുന്നു. കരാറിലെ വ്യവസ്ഥകൾ പട്ടികപ്പെടുത്തിക്കൊണ്ട് ധാതുക്കൾ, എണ്ണ, വാതകം എന്നിവയിലെ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുമെന്നും പങ്കാളിത്തം 50:50 അടിസ്ഥാനത്തിൽ തുല്യമായിരിക്കുമെന്നും കൂടാതെ കീവിലെ നിയമനിർമ്മാതാക്കൾ ഇത് അംഗീകരിക്കണമെന്നും യൂലിയ കൂട്ടിച്ചേർത്തു. ഗ്രഫൈറ്റ്, ടൈറ്റാനിയം, ലിഥിയം തുടങ്ങിയ നിർണായക ധാതുക്കളുടെ വലിയ ശേഖരം യുക്രൈനിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുനരുപയോഗ ഊർജ്ജം, സൈനിക ആപ്ലിക്കേഷനുകൾ, വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ഇവ ഉപയോഗിക്കുന്നതിനാൽ അവയ്ക്ക് വളരെയധികം ആവശ്യക്കാരുമുണ്ട്. ലോകത്തിലെ നിലവിലുള്ള റെയർ എർത്ത് സ്റ്റോക്കുകളുടെ 90% ലഭിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയുമായുള്ള യുഎസ് വ്യാപാര യുദ്ധത്തിനിടയിലാണ് ഈ ഒരു കരാർ നിലവിൽ വരുന്നത്. ഇതോടെ ചൈനയെ പൂട്ടാനുള്ള പുതിയൊരു പാത യുഎസിനായി തുറക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇന്നലത്തെ യുഎസ് ട്രഷറിയിൽ നിന്നുള്ള പ്രസ്താവന പ്രകാരം പുതിയതായി സൃഷ്ടിക്കപ്പെട്ട യുഎസ് യുക്രൈൻ പുനർനിർമ്മാണ നിക്ഷേപക ഫണ്ട് 2022 ഫെബ്രുവരിയിൽ റഷ്യ അധിനിവേശം നടത്തിയതിനു ശേഷം യുഎസ് യുക്രൈന് നൽകിയ സുപ്രധാന പിന്തുണകൾ അംഗീകരിക്കുന്നു. യുക്രൈനിന്റെ വളർച്ചാ ആസ്തികൾ അൺലോക്ക് ചെയ്യാൻ ഈ ഒരു കരാർ സഹായിക്കുമെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി ഒരു വീഡിയോ പ്രസ്താവനയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും 3 വർഷം മുമ്പ് റഷ്യ നടത്തിയ അധിനിവേശത്തിന് ശേഷം പ്രസിഡന്റ് ബൈഡന്റെ കാലത്ത് അയച്ച കോടിക്കണക്കിന് യുഎസ് ആയുധങ്ങൾക്ക് പകരമായി യുക്രൈനിന്റെ ധാതുവിഭവങ്ങൾ ലഭ്യമാക്കണമെന്ന് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തുടക്കത്തിൽ വൈമനസ്യം പ്രകടിപ്പിച്ചുവെങ്കിലും ദീർഘകാല യുഎസ് നിക്ഷേപം ആകർഷിക്കുന്നതിനായി യുക്രൈൻ കരാറിന് സമ്മതിക്കുകയായിരുന്നു. കാരണം ട്രംപ് അമേരിക്കയുടെ ആഗോള സുരക്ഷാ പ്രതിബദ്ധതകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കങ്ങൾ അധികം വൈകാതെ തുടങ്ങുമെന്ന് യുക്രൈനും ഉറപ്പായിരുന്നു. ധാതു, എണ്ണ, വാതക പദ്ധതികൾക്കും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ സംസ്കരണം എന്നിവയ്ക്കും ഈ ഒരു കരാർ ധനസഹായം നൽകുമെന്ന് യുക്രൈനിയൻ സാമ്പത്തിക മന്ത്രി കൂടിയായ യൂലിയ ഫേസ്ബുക്കിൽ പറഞ്ഞു. കരാറിന് മധ്യസ്ഥത വഹിച്ച എല്ലാവർക്കും യൂലിയ നന്ദിയും അറിയിച്ചു. ഒരു കാര്യം കൂടിയുണ്ട്. ട്രംപ് ആദ്യം $500 ബില്യൺ ധാതു സമ്പത്താണ് ആവശ്യപ്പെട്ടത്. യുദ്ധത്തിനു ശേഷം അമേരിക്ക യുക്രൈനിന് നൽകിയ സംഭാവനയുടെ 4 ഇരട്ടിയായിരുന്നു ഇത്. 2022 തുടക്കത്തിൽ റഷ്യ അക്രമാസക്തമായി പിടിച്ചെടുത്തതും ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നതുമായ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്പോറിഷ്യ ആണവ നിലയത്തെക്കുറിച്ച് ഈ ഒരു കരാറിൽ പരാമർശമില്ല എന്നതും ഇവിടെ ശ്രദ്ധിക്കണം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഭാവി കരാറിന്റെ ഭാഗമായ പ്ലാനിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ യുഎസ് ഉദ്യോഗസ്ഥർ ഏതായാലും നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രെംലിന്റെ പ്രതികരണം എന്നാൽ ഇതുവരെ വന്നിട്ടുമില്ല.